നമ്മൾ സ്റ്റാർസിനെ കുറിച്ച് വളരെ ജനറൽ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും പരിചയമുള്ള സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനാണ്, സൺ. സോ ലെറ്റ്സ് ടോക്ക് ലിറ്റിൽ ബിറ്റ് അബൌട്ട് ദ സൺ. നമ്മൾ പല സ്റ്റാർസിനെ കുറിച്ചും പറഞ്ഞു. നമ്മൾ സണ്ണിന് പരിചയമുള്ളതുകൊണ്ട് തന്നെ സ്റ്റാർസിന്റെ മാസ് ഒക്കെ പറഞ്ഞ് സോളാർ മാസിന്റെ ടേംസിലാണ്, ലൂമിനോസിറ്റി പറഞ്ഞ് സോളാർ ലൂമിനോസിറ്റിയുടെ ടേംസിലാണ്. ഓക്കെ, സോ ലെറ്റ്സ് ടോക്ക് ലിറ്റിൽ ബിറ്റ് അബൌട്ട് ദ സൺ. സോ വി സ്റ്റാർട്ട് വിത്ത് ഡിസ്കസിങ് ദ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദ സൺ. അപ്പോൾ ഈ സ്റ്റാർ നമ്മൾ സൺ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് 5 പാർട്സ്. The 5 parts are named like this: photosphere, convection zone, plasma zone, radiation zone and core. ഇങ്ങനെ 5 റീജിയൻസ് ആണുള്ളത്. ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്നത് അതിന്റെ ഔട്ടർ റീജിയൻ ആണ്. വിസിബിൾ സർഫസ്, നമ്മൾ സൂര്യൻ നിരീക്ഷിക്കുമ്പോൾ കാണുന്ന വിസിബിൾ സർഫസ് ആണ് ഫോട്ടോസ്ഫിയർ. ഇതിന്റെ ടെമ്പറേച്ചർ റേഞ്ച് ഇറ്റ്സ് അറൌണ്ട് 5000 കെൽവിൻ. So it looks like a well-defined surface from Earth. It's a gas less dense than the Earth's atmosphere. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു സോളിഡ് ഇതായിട്ടാണ് തോന്നുന്നത്, സണ്ണിനെ കാണുന്ന ഒരു സോളിഡ് ഇതായിട്ടാണ്. ഓക്കെ, നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിനേക്കാളും ലെസ് ഡെൻസ് ആയിട്ടുള്ള ഗ്യാസസ് ആണ് ഈ ഫോട്ടോസ്ഫിയറിലുള്ളത്. സോ ഇറ്റ്സ് ആക്ച്വലി പ്യൂർലി ഗ്യാസസ് വിച്ച് ഇസ് നോട്ട് വെരി ഡെൻസ്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു സോളിഡ് ഒബ്ജക്റ്റ് ആയിട്ട് തോന്നുമെങ്കിലും ഈ സണ്ണിന്റെ ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് gases at lower density than Earth's atmosphere and at a very high temperature. So both the density and temperature steadily increase. അപ്പോൾ ഫോട്ടോസ്ഫിയറിന്റെ ഡെൻസിറ്റിയും ടെമ്പറേച്ചറും ആണ് കുറഞ്ഞത്. ഓക്കെ, നമ്മൾ സ്റ്റാറിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ, സണ്ണിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇറ്റ് ഇൻക്രീസസ്. ഓക്കെ, ബോത്ത് ഡെൻസിറ്റി ആൻഡ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. അടുത്ത സോൺ, ഫോട്ടോസ്ഫിയർ കഴിഞ്ഞ് ഉള്ളിലേക്ക് പോകുമ്പോൾ അടുത്ത സോൺ ആണ് കൺവെക്ഷൻ സോൺ. ഇറ്റ്സ് എ വെരി ടർബുലന്റ് ഏരിയ ബിനീത്ത് ദ ഫോട്ടോസ്ഫിയർ. ഫോട്ടോസ്ഫിയറിന്റെ തൊട്ട് ഉള്ളിലേക്ക് കഴിഞ്ഞ് ഫോട്ടോസ്ഫിയർ കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കൺവെക്ഷൻ സോൺ എന്ന് പറയുന്നത്. ഈ ഏരിയയിൽ സണ്ണിന്റെ കോറിൽ ഉണ്ടാകുന്ന എനർജി മുകളിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഹൗ ഡസ് ഇറ്റ് ട്രാവൽ? ഇറ്റ്സ് ട്രാവൽഡ് ബൈ മൂവിങ് ഗ്യാസസ്. ഓക്കെ, ഇറ്റ്സ് റൈസിങ് കോളംസ് ഓഫ് ഹോട്ട് ഗ്യാസ് ആൻഡ് ദ ഫോളിംഗ് ഓഫ് കൂൾ ഗ്യാസ് ടേക്കിംഗ് പ്ലേസ്. അതായത് സണ്ണിന്റെ ഇന്റീരിയറിൽ വയലന്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഫ്യൂഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഹീറ്റഡ് ഗ്യാസ് വിൽ കം അപ്പ്. ഓക്കെ, ആൻഡ് ഹീറ്റഡ് ആയിട്ടുള്ള ഗ്യാസ് മുകളിലേക്ക് വരും, അതേസമയം മുകളിൽ തണുത്ത ഗ്യാസ് താഴേക്കും വരും. സോ ദിസ് ഇസ് കൺവെക്ഷൻ. നമ്മൾ കൺവെക്ഷൻ ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന റീജിയനാണ് നമ്മൾ കൺവെക്ഷൻ സോൺ എന്ന് പറയുന്നത്. ഇനി ഒരു സോണാണ് പ്ലാസ്മ സോൺ. പ്ലാസ്മ നമുക്കറിയാം അയണൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്നത് അയണൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് പ്ലാസ്മ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാറിന്റെ കൂടുതൽ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഓൾ ദീസ് തിങ്സ് ആർ quite high, right? It's substantially high. ടെമ്പറേച്ചർ മാത്രമല്ല, പ്രഷറും ഡെൻസിറ്റി എല്ലാം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ സിറ്റുവേഷനിൽ മെറ്റീരിയൽ മാറ്റർ, ഗ്യാസസ് ആർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ കോൾഡ് പ്ലാസ്മ. പ്ലാസ്മ ഉള്ള സ്റ്റേറ്റ് ഓഫ് മാറ്ററിലാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ഇത് അയണൈസ്ഡ് ആണ്. ഓക്കെ, ഇത്ര എക്സ്ട്രീം കണ്ടീഷൻസിൽ ദിസ് ആർ അയണൈസ്ഡ്. ഓക്കെ, അയണൈസ്ഡ് ഇൻ ദ സെൻസ് ദാറ്റ് the electrons are separated from the atoms and what we have is a collection of positive and negative charges. Okay, ഇതിനാണ് നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നത്. Okay, so this region is called the plasma region. It's a collection of positively charged ions and free electrons. The temperature of this region is about 2 million Kelvin. Okay, plasma region temperature എന്ന് പറയുന്നത് it's about 2 million Kelvin. And this region absorbs photons because these are ions. Ions ആയതുകൊണ്ട് ഫോട്ടോൺസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യും, ഇലക്ട്രോമാഗ്നറ്റിക്കലി ഇന്ററാക്ട് ചെയ്യും. ഓക്കെ, അതുപോലെ നമ്മൾ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. റേഡിയേഷൻ സോൺ. ഓക്കെ, സോ the radiation zone is the more stable plasma state and 1/3 of the way down to the center. Centerലേക്ക് പോകുമ്പോൾ it's 1/3 of the way you have what you call as radiation zone. The temperature of this region is about 10 million Kelvin. All right, so it may be good for you to remember this, the characterization of these different regions of the sun. So energy is transported outward primarily by photons of X-ray radiation. അപ്പോൾ ഇവിടെ റേഡിയേഷനിലൂടെയാണ് എനർജി ട്രാൻസ്പോർട്ട് നടക്കുന്നത്. നമ്മൾ നേരത്തെ ഡിഫറെന്റ് മാസ് ഉള്ള സ്റ്റാർസിൽ റേഡിയേഷനും കൺവെക്ഷനും ഒക്കെ നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇവിടെ ഇന്നർ റീജിയണിൽ, സണ്ണിന്റെ ഇന്നർ റീജിയണിൽ റേഡിയേഷനിലൂടെയാണ് ഈ എനർജി ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ റേഡിയേഷൻ സോൺ എന്ന് പറയുന്നത്. And in the end we have the fifth region called the core. ഇതാണ് സണ്ണിന്റെ സെൻട്രൽ റീജിയൻ. The central region of sun is called the core of the sun. ഇവിടെയുള്ള ടെമ്പറേച്ചർ it's around 15 million Kelvin. Right, it's around 15 million Kelvin. അപ്പോൾ ഇവിടെയാണ് ന്യൂക്ലിയർ പ്രോസസ്സസ് നടക്കുന്നത്. Okay, nuclear fusion. Right, it's a fusion reactor in there. So this is known as a nuclear burning zone.
ഇവിടെയാണ് ഹൈഡ്രജൻ ഹീലിയം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. The density of this region is about 150 into 10 raised to 3. Okay, 150 into 10 raised to 3 kilogram per meter cube. It's quite dense. This means that the density is about 150 times that of water. വെള്ളത്തിന്റെ ഡെൻസിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ 150 മടങ്ങാണ് ഇവിടെയുള്ള ഡെൻസിറ്റി. The radius of the inner core is about 25% of the total radius of the sun. Okay, അതായത് ലാർജ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഉണ്ടെങ്കിലും ഇത് ടോട്ടൽ സണ്ണിന്റെ റേഡിയസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ 4/1 25% മാത്രമാണ് ഇന്നർ കോറിന്റെ റീജിയൻ. അപ്പൊ ഈ റീജിയന്റെ പുറത്ത് പോവുകയാണെങ്കിൽ ഓക്കെ ബിയോണ്ട് ദിസ് റേഡിയസ് കോറിൽ നിന്ന് പുറത്തേക്ക് വരികയാണെങ്കിൽ ഈ റേഡിയസിന് കോർ കഴിഞ്ഞാൽ പിന്നെ ഈ എഫക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയർ റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല. അതായത് നമ്മൾ ഈ പറഞ്ഞ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കാനുള്ള കണ്ടീഷൻസ് കറക്റ്റ് ആയിട്ടുള്ളത് ഈ കോർ എന്ന് പറയുന്ന റീജിയനിലാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ പിക്ചർ. We have got a picture here. Okay, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോറിൽ ന്യൂക്ലിയർ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. റേഡിയേഷൻസിലൂടെ energy produced in core is transported outward by photons. This is the radiation zone. Okay, and in the convection zone the energy is carried by the movement of gases. Okay, by the movement of gases. Okay, അപ്പോൾ ഇതാണ് സണ്ണിൽ നടക്കുന്നത്. And ഇത് ഇങ്ങനെ ഒരു ചിത്രമുണ്ട്. ഇതാണ് core. This is the core. This is where the nuclear burning or the nuclear fusion takes place. Okay, these arrows show that this is the region where radiation energy is transported by radiation. This is the radiative zone, and this is the region where energy is carried around by moving gases. So it's a convection zone. All right, so you can easily see നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. Okay, this is the internal structure of the sun. Okay, there's also the photosphere outside, which is not included in the picture. നമ്മൾ ഇന്നർ കോർ നോക്കുകയാണെങ്കിൽ അവിടെ ഹൈഡ്രജൻ ഫ്യൂഷൻ നടക്കുന്നുണ്ട്. ബട്ട് അവിടെ 34% ഹൈഡ്രജനേ ഉള്ളൂ. അതേസമയം ഔട്ടർ കോറിൽ 71% ഹൈഡ്രജൻ ആണ്. ഇതിന്റെ കാരണം ഇന്നർ കോറിൽ ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ ഹൈഡ്രജൻ ഹീലിയം ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇനീഷ്യലി 100% ഹൈഡ്രജൻ ആയിരുന്നു എന്ന് തന്നെ കരുതാമെങ്കിലും ബിക്കോസ് ഓഫ് ന്യൂക്ലിയർ ഫ്യൂഷൻ ദിസ് ഹൈഡ്രജൻ ഇസ് കണ്ടിന്യൂസ്ലി ബീങ് കൺവേർട്ടഡ് ടു ഹീലിയം. അതുപോലെ സണ്ണിന്റെ ലൂമിനോസിറ്റി 3.8 into 10 raised to 26 joules per second. അപ്പോൾ ലൂമിനോസിറ്റിയുടെ യൂണിറ്റ് ഇതാണ്, ഇറ്റ്സ് ജൂൾസ് പെർ സെക്കൻഡ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾക്ക് വാട്ട് എന്ന് പറയാം. വാട്ട് എന്നുള്ള യൂണിറ്റിലും പറയാം, ജൂൾസ് പെർ സെക്കൻഡ് ഓർ വാട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് മോഡൽസ് അനുസരിച്ച് സൺ വിൽ ഷൈൻ ഫോർ 10 billion years. ഓക്കെ, അപ്പോൾ ഇതിൽ ഏകദേശം 4.6 million years ഓൾറെഡി കഴിഞ്ഞു. ബാക്കി ഇനിയും 5.4 million years കൂടെ ഉണ്ട്. Right, so sun is very much alive. ഏകദേശം അതിന്റെ മധ്യവയസ്സിലെത്തി നിൽക്കുകയാണ്. Right, sun is at 4.6 million years old. Okay, അപ്പോൾ ഉടനെ ഒന്നും സൂര്യൻ നമുക്കറിയാം നമ്മുടെ ഭൂമിയിലുള്ള ലൈഫ് ഇറ്റ് ഡിപ്പെൻഡ്സ് entirely on the energy from sun. Right, so it will continue for some more time at least. So the size of the sun is stable. What is the stability is maintained by balancing the gravitational pull acting inward and radiation pressure acting outward. ഓക്കെ, അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കറണ്ട് മോഡൽസ് അനുസരിച്ച് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് സണ്ണിന്റെ എനർജിയുടെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള എനർജി സോഴ്സ്. അപ്പം നമ്മൾ ഈ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ന്യൂക്ലിയസ് എടുക്കുക. നമ്മൾ പറഞ്ഞ ഹൈഡ്രജൻ ഹീലിയം ആയിട്ട് മാറുക എന്നുള്ളതാണ്. ഓക്കെ, ഹൈഡ്രജൻ ന്യൂക്ലിയസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ അതിൽ 1 പ്രോട്ടോൺ ഒരു പ്രോട്ടോണേ ഉള്ളൂ. പക്ഷേ ഹീലിയം ന്യൂക്ലിയസിൽ 2 പ്രോട്ടോണുകളുണ്ട്. ഓക്കെ, 2 ന്യൂട്രോണുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും 4 ഹൈഡ്രജൻ ആറ്റംസ് ഒരുമിച്ച് വന്നാലേ 2 പ്രോട്ടോൺ 2 ന്യൂട്രോൺ ഒക്കെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. റൈറ്റ്, സോ പ്രോട്ടോൺ സോ ദീസ് ആർ ന്യൂക്ലിയോൺസ്. അത് 4 ഹൈഡ്രജൻ ആറ്റംസ് എങ്കിലും ഒരുമിച്ച് വരണം. റൈറ്റ്, പക്ഷേ ഈ 4 ഈ പ്രോട്ടോൺസ് ഒരുമിച്ച് വന്ന് ഇന്ററാക്ഷൻ റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത് നോർമൽ സിറ്റുവേഷൻ ലാബോറട്ടറി കണ്ടീഷൻസിൽ അത്ര എളുപ്പത്തിൽ നടക്കുന്നില്ല. അതിന്റെ പ്രോബിലിറ്റി വളരെ കുറവാണ്. മാത്രമല്ല ഈ പ്രോട്ടോൺസ് കാരണമുള്ള മ്യൂച്വൽ റിപ്പൽഷൻ കാരണം ദീസ് ആർ പോസിറ്റീവ്ലി ചാർജ് ഇതിന്റെ മ്യൂച്വൽ റിപ്പൽഷൻ കാരണം ഇത് തമ്മിൽ ഇന്ററാക്ഷൻ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ഇന്ററാക്ഷൻ നടക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഓക്കെ, സോ ദർ ആർ സം കണ്ടീഷൻസ്. അപ്പോൾ ചില കണ്ടീഷൻസിൽ റിയാക്ഷൻസ് നടക്കാം. ഓക്കെ, അപ്പോൾ ഒരു കണ്ടീഷൻ ദിസ് പ്രോട്ടോൺസ് ഹാവ് ടു ബി മൂവിങ് വിത്ത് വെരി ഹൈ വെലോസിറ്റി. എന്നാൽ മാത്രമേ ഈ പ്രോട്ടോൺസ് തമ്മിലുള്ള അതിന്റെ കൈനറ്റിക് എനർജി വളരെ കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമേ ഈ പ്രോട്ടോൺസ് തമ്മിലുള്ള റിപ്പൽഷനെ മറികടന്ന് ഇതിന് ഇന്ററാക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, നമ്മൾ സണ്ണിന്റെ കോറിൽ നോക്കുകയാണെങ്കിൽ ഇതിന് 15 million Kelvin ആണ് അവിടുത്തെ ടെമ്പറേച്ചർ. ഓക്കെ, അതുപോലെ പ്രോട്ടോണിന്റെ
സ്പീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആവറേജ് സ്പീഡ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് അബൌട്ട് 1 million kilometers per hour. Okay, we know that temperature is a measure of kinetic energy. Okay, പ്രോട്ടോൺസിന്റെ ആവറേജ് കൈനറ്റിക് എനർജിയുടെ മെഷർ ആണ് നമ്മൾ ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. Okay, so the temperature and the speeds are sufficiently high in the core of the sun. Okay, കോറിന് ചുറ്റുമുള്ള റീജിയനിൽ അത് ആവശ്യത്തിന് ഉണ്ടാവില്ല, ബട്ട് അറ്റ് ദ കോർ ഓഫ് ദ സൺ ദിസ് ഇസ് സഫിഷ്യൻ്റ്ലി ഹൈ. ഓക്കെ, ഇനി ഈ ഇത്ര സ്പീഡിലാണെങ്കിലും ഇത് പ്രോബിലിറ്റീസ് 4 പ്രോട്ടോണുകൾ കൂടി ചേർന്ന് ഒരു ഹീലിയം ഉണ്ടാകുക എന്ന് പറയുന്നുള്ള പ്രോബിലിറ്റി വീണ്ടും കുറവാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു സിംഗിൾ പ്രോട്ടോൺ എടുക്കുകയാണെന്ന് കരുതുക. ഇറ്റ് വിൽ ടേക്ക് അബൌട്ട് 5 billion years to get reacted with another proton. Right? ഒരു പ്രോട്ടോൺ വേറെ പ്രോട്ടോണുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ തന്നെ ഏകദേശം 5 billion years എടുക്കും. ബട്ട് there are a large number of protons. Okay? ഈ ഒരു പ്രോബ്ലം മറികടക്കുന്നത് അത്രയധികം പ്രോട്ടോണുകളുണ്ട്. Okay? So there are so many protons in the sun's core that every second 10 raised to 34 of them. The number of protons is so huge, so it's obviously so huge. So in every second 10 raised to 34 of them can undergo a reaction. Right? So അപ്പോൾ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് proton and proton undergo reaction in a series of involving 2 reactions at a time. ഇതിനാണ് നമ്മൾ പ്രോട്ടോൺ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിയാക്ഷനിൽ 4 സ്റ്റെപ്പുകളുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പിൽ സംഭവിക്കുന്നത് 2 പ്രോട്ടോൺസ് ഫ്യൂസ് ടു ഫോം എ ഡ്യൂട്ടീരിയം ന്യൂക്ലിയസ്. ഓക്കെ, പോസിട്രോൺ ആൻഡ് ന്യൂട്രിനോ. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ സംഭവിക്കുന്ന 2 പ്രോട്ടോൺസ് കൂടി ചേരുന്നതിലൂടെ ഒരു ഡ്യൂട്ടീരിയം ന്യൂക്ലിയസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, 2 മാസ് നമ്പറുള്ള ഒരു ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് ദിസ് ആൻ ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് നമുക്കറിയാം. ഇത്തരം ഇന്ററാക്ഷൻസിൽ പോസിട്രോണും അതുപോലെ ന്യൂട്രിനോയും ഉണ്ടായിരിക്കും. ദർ വിൽ ബി പോസിട്രോൺ ആൻഡ് ന്യൂട്രിനോ. റൈറ്റ്, പോസിട്രോൺ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺ ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് സമയം നിലനിൽക്കില്ല. ഇറ്റ് വിൽ സൂൺ മീറ്റ് അപ്പ് വിത്ത് ആൻ ഇലക്ട്രോൺ പ്രൊഡ്യൂസിങ് 2 gamma rays. ഓക്കെ, സോ ദിസ് ആന്റി പാർട്ടിക്കിൾസ് annihilate with particles. Right? So it will find an electron, annihilate, producing 2 gamma rays. അപ്പോൾ അത് സറൗണ്ടിങ് ഗ്യാസ് അബ്സോർബ് ചെയ്യും. ഈ ഗാമ റേസിനെ സറൗണ്ടിങ് ഗ്യാസ് അബ്സോർബ് ചെയ്യും. ന്യൂട്രിനോയുടെ ഇന്ററാക്ഷൻ പ്രോബിലിറ്റി വളരെ വളരെ കുറവാണ്. റയർലി റിയാക്ട്. ന്യൂട്രിനോ റയർലി ഇന്ററാക്ട്സ് വിത്ത് മാറ്റർ ആൻഡ് സോ പാസ് സ്ട്രേറ്റ് ഔട്ട് ഇൻ ടു സ്പേസ്. അപ്പോൾ ഈ സോളാർ ന്യൂട്രിനോസ് ഇപ്പോഴും അവിടെ നിന്ന് രക്ഷപ്പെട്ട് സ്ഥിരമായിട്ട് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റൈറ്റ്, സോ ന്യൂട്രിനോസ് ഈ വയലന്റ് പ്രോസസ് ഒക്കെ നടക്കുമ്പോഴും ന്യൂട്രിനോസ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഫ്രീ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഡ്യൂട്ടീരിയം അടുത്ത സ്റ്റേജിൽ ഡ്യൂട്ടീരിയം ആണ് വേറെ പ്രോട്ടോണായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡ്യൂട്ടീരിയം ഫ്യൂസസ് വിത്ത് എ പ്രോട്ടോൺ പ്രൊഡ്യൂസിങ് എ ഹീലിയം ന്യൂക്ലിയസ്. ഓക്കെ, ഇപ്പോൾ വെറുതെ 4 പ്രോട്ടോണുകൾ കൂടി ചേർന്നിട്ടല്ല ഹീലിയം ഉണ്ടാകുന്നത്. ഓക്കെ, അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഓക്കെ, ആദ്യം ഡ്യൂട്ടീരിയം ഉണ്ടാവും. ഡ്യൂട്ടീരിയം വീണ്ടും ഒരു പ്രോട്ടോണുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു ഡ്യൂട്ടീരിയം ന്യൂക്ലിയസ് ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടാവും. 3He. അടുത്ത ഗാമ റേസ്. ഇനി 3He ന്യൂക്ലിയസ് കൺസിസ്റ്റ്സ് ഓഫ് 2 protons and 1 neutron. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 പ്രോട്ടോണുകളും 1 ന്യൂട്രോണും ആണ് ഉള്ളത് 3 ഹീലിയം ന്യൂക്ലിയസിൽ. ഓക്കെ, അപ്പോൾ അതിവിടെ സംഭവിക്കുന്നത് ഇതാണ്. ഒരു ഡ്യൂട്ടീരിയം പ്ലസ് 1H ഗിവ്സ് 3He പ്ലസ് ഗാമ. ഓക്കെ, ഇനി 3 ഹീലിയം ന്യൂക്ലിയസ്, ഓക്കെ, 3He ന്യൂക്ലിയൈ കമ്പൈൻ ടു ഫോം 4He ന്യൂക്ലിയസ് ആൻഡ് ഗിവ് ബാക്ക് 2 പ്രോട്ടോൺസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ഇന്ററാക്ഷൻ. 2 ഹീലിയം 3 ന്യൂക്ലിയൈ ഇന്ററാക്ട് ചെയ്ത് ഒരു 4 ഹീലിയം ന്യൂക്ലിയസും അതുപോലെ 2 ഹൈഡ്രജൻ, ഓക്കെ, 2 ഹൈഡ്രജൻ ന്യൂക്ലിയയും കിട്ടും. ഓക്കെ, സോ നെറ്റ് റിസൾട്ട് ഓഫ് ദി ഇന്ററാക്ഷൻ. അപ്പോൾ ആദ്യത്തെ ഇന്ററാക്ഷൻ നമ്മൾ ആദ്യം മുതൽ എടുത്ത് നോക്കുകയാണെങ്കിൽ there are 6 hydrogen atoms involved in it. 6 hydrogen atoms give 4 helium and 2 hydrogen atoms. Okay. The total energy released in this process നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കറിയാം E is equal to mc square മാസ് ഡിഫക്റ്റിനെ കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ E is equal to mc square നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് 26.72 മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ഇന്ററാക്ഷൻ ഇങ്ങനെയാണ് നടക്കുന്നത്. 6 in the net effect ആണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. ബട്ട് ഇൻ ദ എൻഡ് വി ക്യാൻ റൈറ്റ് ദിസ് ആസ് 6 hydrogen atoms form helium nucleus, 6 hydrogen nuclei form helium nucleus, and there is a large amount of energy coming out. This is 26.72 million electron volt. Okay, അപ്പോൾ അതാണ് സൂര്യനിൽ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ സണ്ണിന്റെ ഡിഫറെന്റ് റീജിയൻസ് നമ്മൾ പറഞ്ഞു, സണ്ണിലെ എനർജി ഉണ്ടാകുന്ന പ്രോസസ്സിന്റെ റഫ് ആയിട്ടുള്ള ഒരു സ്കെച്ച് നമ്മൾ കണ്ടു. ഓക്കെ,
നമുക്ക് എനർജി ട്രാൻസ്പോർട്ടിന്റെ കാര്യം നോക്കാം. അപ്പൊ ഈ സണ്ണിന്റെ കോറിൽ എനർജി ന്യൂക്ലിയർ ഫ്യൂഷൻ ഇന്ററാക്ഷനിലൂടെ 6 ഹൈഡ്രജൻ ആറ്റംസ് ചേർന്ന് ഹീലിയം അല്ലെങ്കിൽ 6 ഹൈഡ്രജൻ ന്യൂക്ലിയർ ചേർന്ന് ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിലുണ്ടാകുന്ന എനർജി അത് എക്സ്റേ ഫോട്ടോൺസ് ആയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്, എക്സ്റേ ഫോട്ടോൺസ് ആയിട്ടാണ് പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇനി സൺ ട്രാൻസ്പെറന്റ് ആയിരുന്നെങ്കിൽ, ഇഫ് ദ സൺ വാസ് ട്രാൻസ്പെറന്റ്, ഏകദേശം 2.3 സെക്കൻഡ് കൊണ്ട് അത് അതിന്റെ സർഫസിൽ എത്തിയാണ്, ഫോട്ടോസ്ഫിയർ വരെ എത്തുമായിരുന്നു. കാരണം റേഡിയസ് ഫോട്ടോൺസ് ട്രാവൽ ചെയ്യും, ട്രാൻസ്പെറന്റ് ആണെങ്കിൽ ഫോട്ടോൺസ് ലൈറ്റിന്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന്റെ ടൈം എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സൺ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. വെൻ യു പുട്ട് ഇൻ ദ നമ്പേഴ്സ് യു ഗെറ്റ് 2.3 seconds. So light takes only 2.3 seconds to exit the sun if there were no interactions. പക്ഷേ സണ്ണിന്റെ ഗ്യാസസ് ഈ പറഞ്ഞ പോലെ ട്രാൻസ്പെറന്റ് അല്ല, ഒപ്പേക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഫോട്ടോൺസിന് അത്ര എളുപ്പം അതുവഴി കടന്നു വരാൻ കഴിയില്ല. ഓക്കെ, പ്രത്യേകിച്ചും അയണൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, പ്ലാസ്മയിലൂടെ എല്ലാം കടന്നു വരുന്നത്. അപ്പോൾ ഓരോ സമയത്തും there are electrons around, so these photons collide with electrons. The electrons can absorb this photon, okay, and absorb the energy from the photon. Okay, അപ്പോൾ ഇവിടെ ഇലക്ട്രോണുകൾ ഇതിന്റെ ഒരു അറ്റോമിക് ഓർബിറ്റിലാണെങ്കിൽ from its atomic orbit it jumps to a higher orbit. Right, all these things happen. And the electrons can exist only at specific energy levels. So we know these things. All right, this is based on the Bohr atom model that you are familiar with. Okay, finally, the stable orbit armament, it gives off the energy and goes back to its stable configuration. The atoms go back to stable configuration. Okay, but technically a photon born in the middle of the sun never makes it to the surface. അതായത് ഇത് പറയുന്നത് നമ്മളൊരു സിംഗിൾ ഫോട്ടോണിനെ നമ്മൾ ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് ആയിട്ടൊന്നും കണക്കാക്കാത്ത ഒരു സിംഗിൾ ഫോട്ടോണിനെ നോക്കുകയാണെങ്കിൽ ആ ഫോട്ടോൺ ആക്ച്വലി ആറ്റംസ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യുന്നുണ്ട്. റൈറ്റ്, എന്നിട്ട് ഇലക്ട്രോൺ റീഎമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺ ആണ് പിന്നെ സഞ്ചരിക്കുന്നത്. അപ്പൊ ടെക്നിക്കലി സണ്ണിന്റെ നടുക്ക് കോറിൽ ഉണ്ടാകുന്ന ഫോട്ടോൺസ് അതേ ഫോട്ടോൺസ് അല്ല പുറത്തേക്ക് എത്തുന്നത്. So it's always absorbed and re-emitted as another photon. Photons are continuously absorbed and re-emitted throughout the interior of the sun. So this process is happening all the time. The emitted photon will not necessarily be emitted in outward direction. അപ്പോൾ അങ്ങനെയുണ്ട്, അപ്പോൾ എല്ലാ ഫോട്ടോണും റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷനിൽ തന്നെ എമിറ്റ് ആവണമെന്നില്ല. It's a huge thing. It can be going around in all possible directions. Okay, so it's like a drunkard walking, ഒരു drunkard വാക്കിംഗ് പ്രോബ്ലം അല്ല, റാൻഡം വാക്ക് പ്രോബ്ലം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നിട്ട് വേണം ഫോട്ടോൺ, അതായത് ഈ സണ്ണിന്റെ സർഫസിലേക്ക് ഫോട്ടോൺ എത്തുമ്പോഴേക്കും അത് എക്സ്റേ റീജിയണിൽ നിന്ന്, എക്സ്റേ ആയിട്ട് കറസ്പോണ്ട് ചെയ്യുന്ന ഫ്രീക്വൻസിയിൽ നിന്ന് ഒപ്റ്റിക്കൽ റീജിയണിലേക്ക് എത്തിയിട്ടുണ്ടാവും. They lose a lot of energy. By the time they reach the surface, it will be in the optical region. Right, ഒപ്റ്റിക്കൽ സ്പെക്ട്രത്തിന്റെ ഒപ്റ്റിക്കൽ റീജിയണിൽ എത്തിയിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ ഇവിടെ കാണുന്ന ഒരു കാര്യം, ഇത് സ്റ്റാർ അല്ലെ സണ്ണിന്റെ സെന്ററിൽ കോറിൽ ഈ ഫോട്ടോൺസ് അല്ലെ റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും അത് പുറമേക്ക് എത്തുന്നതും തമ്മിൽ കൺസിഡറബിൾ ആയിട്ടുള്ള ടൈം ഡിലേ ഉണ്ട്. ഓക്കെ, so on an average a photon takes about 1.7 into 10 raised to 5 years. അതായത് ഒരു ഫോട്ടോൺ കോറിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയം, ഒരു ഫോട്ടോൺ പുറമേക്ക് എമിറ്റ് ചെയ്യപ്പെടുന്ന സമയം, അതിന്റെ സണ്ണിന്റെ സർഫസിൽ നിന്ന് പുറമേക്ക് വരുന്ന സമയം തമ്മിലുള്ള ടൈം ഡിഫറൻസ്, ഇറ്റ്സ് അബൌട്ട് 1.7 into 10 raised to 5 years. Okay, that's a huge time. Alright, അപ്പോൾ ഇത് ഏകദേശം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇങ്ങനെ ചെയ്യാം. ഫോട്ടോൺ ഡിഫ്യൂഷൻ ടൈം എന്ന് പറയുന്നത് ടോട്ടൽ ഫോട്ടോൺ എനർജി ഡിവൈഡഡ് ബൈ ലൂമിനോസിറ്റി. Because luminosity, so you get quantity of with the dimension of time here. Alright, അപ്പോൾ the total photon energy divided by luminosity, because we know that luminosity is the energy divided by time, energy per time. Right, energy per time. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ we see that you can get an idea of the photon diffusion time. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. When we observe sunlight, we know nothing about what is going on at the core at the moment of observation. Right, കാരണം ഈ ഫോട്ടോൺ നമ്മൾ സൺലൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ സണ്ണിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ഫോട്ടോൺ അതിന്റെ കോറിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നില്ല. Right, it comes through a large number of interactions, comes after a large number of interactions. Right, it also takes a long time. So the light we see now is created at the core some thousands of years ago, and it's also not even the same photon. A photon പോലെയല്ല നമ്മൾ കാണുന്നത്. Okay,
അതുപോലെ സപ്പോസ് ദ സൺ സ്റ്റോപ്സ് ടു പ്രൊഡ്യൂസ് എനർജി, സണ്ണിന്റെ എനർജി പ്രൊഡക്ഷൻ നിൽക്കുകയാണെന്ന് കരുതുക. ഓക്കെ, വി ക്യാൻ നോട്ടീസ് ഇറ്റ് ഓൺലി ആഫ്റ്റർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. ഓക്കെ, കാരണം സണ്ണിന്റെ കോറിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ പുറമേക്ക് എത്താൻ, നമ്മളിലേക്ക് എത്താൻ ടേക്സ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. ഓക്കെ, സോ ദ ബ്രൈറ്റ്നസ് ഓഫ് സൺ ഇസ് വെരി ഇൻസെൻസിറ്റീവ് ടു ചേഞ്ചസ് ഇൻ ദ എനർജി പ്രൊഡക്ഷൻ. നമ്മൾ കാണുന്ന ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് പണ്ടെപ്പോഴും നടന്ന പ്രോസസ്സിന്റെ ബാക്കി പത്രമായിട്ടുള്ള ബ്രൈറ്റ്നസ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. സോ ഇപ്പൊ നിലവിലുള്ള ബ്രൈറ്റ്നസ് പറയുന്നത്, കറണ്ട് ബ്രൈറ്റ്നസ് is almost insensitive to the changes happening right now. Okay, it is sensitive to changes that happened at a large number of years back. Alright, but it's insensitive to the changes happening right now. Okay, നമുക്ക് ബൈനറി സ്റ്റാർസിനെ കുറിച്ചും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നിർത്താം. ബൈനറി സ്റ്റാർസ് എന്ന് പറയുന്നത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഒരൊറ്റ സ്റ്റാർ ആയിട്ട് തോന്നും, പക്ഷെ കൂടുതൽ റെസൊല്യൂഷൻ ഉള്ള ബൈനോക്കുലർ ടെലിസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ ഒന്നിലധികം രണ്ട് സ്റ്റാർസിന്റെ ഒരു സിസ്റ്റമായിട്ട് കാണുന്നതിനെയാണ് ബൈനറി അല്ലെ ഡബിൾ സ്റ്റാർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഡെഫിനേഷൻ ഇതാണ്: ബൈനറി സ്റ്റാർസ് ആർ പെയർസ് ഓഫ് സ്റ്റാർസ്, ഓക്കെ, ടു സ്റ്റാർസ് ഗ്രാവിറ്റേഷണലി ബൗണ്ട്. ഓക്കെ, അത് ഗ്രാവിറ്റേഷണലി ബൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ കോമൺ സെന്റർ ഓഫ് മാസിനെ അപേക്ഷിച്ച്, കോമൺ പീരിയഡ്, ഓക്കെ, അതിന്റെ സെന്റർ ഓഫ് മാസ് എടുക്കുന്ന സെന്റർ ഓഫ് മാസിനെ അപേക്ഷിച്ച് അത് ഒരേ പീരിയഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ ബൈനറി സ്റ്റാർസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ റിവോൾവ് rotate, the revolve around a common center of mass with a common period. Right? Such stars are called binary stars. Binary stars in നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്പെക്ട്രോസ്കോപ്പിക് ബൈനറീസ് ഉണ്ട്, എക്ലിപ്സിംഗ് ബൈനറീസ്, അസ്ട്രോമെട്രിക് ബൈനറീസ് ആൻഡ് വിഷ്വൽ ബൈനറീസ്. സ്പെക്ട്രോസ്കോപ്പിക്, എക്ലിപ്സിംഗ്, അസ്ട്രോമെട്രിക് ആൻഡ് വിഷ്വൽ ബൈനറീസ്. സ്പെക്ട്രോസ്കോപ്പിക് ബൈനറീസ് എന്ന് പറയുന്നത്, these are binaries which cannot be resolved even by the largest telescopes. Okay, അപ്പോൾ ഇത്തരം ബൈനറീസിനെ, ഈ ബൈനറീസിലുള്ള സ്റ്റാർസിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത് അതിന്റെ സ്പെക്ട്രം അനലൈസ് ചെയ്തുകൊണ്ടാണ്. അതിന്റെ സ്പെക്ട്രത്തിലുള്ള വ്യത്യാസത്തിലൂടെയാണ് ഇത് രണ്ട് സ്റ്റാർസ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ എക്ലിപ്സിംഗ് ബൈനറീസ് എന്ന് പറഞ്ഞാൽ ബൈനറീസ് ഇൻ വിച്ച് വൺ ഓഫ് ദ സ്റ്റാർസ് മൂവ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്സ് കമ്പാനിയൻ. ഒക്കെ ഒരു രണ്ട് ബൈനറി സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റാർസ് ആണ്, ഒന്ന് മറ്റൊന്നിന്റെ ഫ്രണ്ടിലൂടെ, നമ്മുടെ വ്യൂ പോയിന്റ് നോക്കുമ്പോൾ ഒന്ന് മറ്റൊന്നിനെ എക്ലിപ്സ് ചെയ്തുകൊണ്ട് റിവോൾവ് ചെയ്യുന്നു. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എക്ലിപ്സിംഗ് ബൈനറീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. നമ്മൾ ഒബ്സർവേഷൻ നടത്തുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഓക്കെ, അതുപോലെ ആസ്ട്രോമെട്രിക് ബൈനറീസ് ഉണ്ട്. ഇത് നമ്മുടെ ഒബ്സർവേഷൻ വെച്ച് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിന് ആസ്ട്രോമെട്രിക് ബൈനറീസ് എന്ന് പറയുന്നത് ഈ ബൈനറി സ്റ്റാർ നമുക്ക് റിസോൾവ് ചെയ്യാൻ കഴിയില്ല. ദേ ആർ ടു ഫെയിന്റ് ഓർ ടു സ്മോൾ. ഓക്കെ, അപ്പൊ വേറെ രീതിയിലൊന്നും റിസോൾവ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇതിന്റെ ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് ഉണ്ട്. അതായത് നമ്മൾ യൂഷ്വൽ ന്യൂട്ടന്റെ നിയമങ്ങൾ ഉപയോഗിച്ച്, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഉപയോഗിച്ച് സ്റ്റാർസിന്റെ ഓർബിറ്റോ അല്ലെങ്കിൽ അതിന്റെ ഇവല്യൂഷൻ പ്രൊഡിക്റ്റ് ചെയ്യണം, അതിന്റെ സ്റ്റാറിന്റെ മൂവ്മെന്റ് പ്രൊഡിക്റ്റ് ചെയ്യണം. അപ്പൊ അതിൽ നിന്നുള്ള ചെറിയ ചേഞ്ചസ് കാണാം. അപ്പൊ ഈ ചേഞ്ചസിനുള്ള എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മൾ അതിന്റെ അടുത്ത് വേറെ സ്റ്റാറും കൂടെ ഉണ്ട്. അതിന്റെ ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് ഒരു പെർട്ടർബേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ചേഞ്ചസ് ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ അസ്ട്രോമെട്രിക് ബൈനറീസ് എന്ന് പറയുന്നത്. ഇനി വിഷ്വൽ ബൈനറീസ് എന്ന് പറയുന്നത് നമുക്ക് ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് തന്നെ റിസോൾവ് ചെയ്ത് കാണാൻ പറ്റുന്ന ബൈനറീസിനെയാണ് വിഷ്വൽ ബൈനറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് സഫീഷ്യന്റ്ലി ഫാർ സെപ്പറേറ്റഡ് ആയിരിക്കും. നമുക്ക് നമ്മുടെ ടെലിസ്കോപ്പിന്റെ റിസോൾവിംഗ് പവർ ഉപയോഗിച്ച് രണ്ടെണ്ണം ആണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ബൈനറീസ് ആണ് വിഷ്വൽ ബൈനറീസ്. ഓക്കെ, അപ്പൊ ഇതിൽ ബ്രൈറ്റർ സ്റ്റാറിനെ നമ്മൾ പ്രൈമറി സ്റ്റാർ എന്നും അതിന് കുറച്ചുകൂടെ ഫെയിന്റ് ആയിട്ടുള്ളതിന് സെക്കൻഡറി അല്ലെങ്കിൽ കമ്പാനിയൻ സ്റ്റാർ എന്നും പറയും. അപ്പോൾ ഈ ബൈനറി സ്റ്റാർസിനെ കുറിച്ചുള്ള പഠനം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ കാരണം ഈ ബൈനറി സ്റ്റാറിന്റെ പീരിയഡ് ഓഫ് മോഷൻ നോക്കുന്നതിലൂടെ നമുക്ക് അതിന്റെ മാസ് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയും. വിൽ സി ഹൗ വി ഡിറ്റർമിൻ ദ മാസ്. ഓക്കെ, അപ്പൊ ഇതിലൂടെ നമുക്ക് ഈ സ്റ്റാറിന്റെ ഇവല്യൂഷണറി പ്രോസസ്സസ്, ഇപ്പൊ സ്റ്റാറിന്റെ മാസ് മനസ്സിലാക്കുന്നതിലൂടെ അതിന്റെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വിഷ്വൽ ബൈനറീസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. To locate visual binaries, two important terms are to be studied. They are separation and position angle. അപ്പോൾ വിഷ്വൽ ബൈനറീസിനെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, വിഷ്വൽ ബൈനറീസ് രണ്ട് സ്റ്റാർ ഒന്നിനെ അപേക്ഷിച്ച് മറ്റേ പൊസിഷൻ അല്ലെങ്കിൽ രണ്ട് സ്റ്റാറിനെ നമ്മൾ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുക, ഒരു കോർഡിനേറ്റ്സ്, നമുക്കൊരു ഈ ആസ്ട്രോണോമിക്കൽ ആയിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ ഈ വിഷ്വൽ ബൈനറീസിനെ ലൊക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റം, അതിലുള്ള രണ്ട് കോർഡിനേറ്റ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്ന പൊസിഷൻ ആംഗിൾ എന്ന് പറഞ്ഞ ഒരു കോർഡിനേറ്റും മറ്റൊന്ന് സെപ്പറേഷനുമാണ്. ഇതിൽ സെപ്പറേഷൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എളുപ്പമാണ്. സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആംഗുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സ്റ്റാർസ് മെഷേർഡ് ഇൻ സെക്കൻഡ് ഓഫ് ആർക്ക്. ഓക്കെ, അതായത് രണ്ട് ബൈനറി സ്റ്റാർസ് ഉണ്ട്.
അപ്പോൾ ഇത് നമ്മൾ എർത്തിൽ നിന്നാണ് നമ്മൾ ഇതിനെ നോക്കുന്നത്. വിഷ്വൽ ബൈനറീസ് ആണ്. വി ആർ ലുക്കിംഗ് അറ്റ് ഇറ്റ് ഫ്രം എ ടെലിസ്കോപ്പ്, റൈറ്റ്? അപ്പോൾ അത് ഇങ്ങനെ ഒരു ആംഗിൾ സബ്റ്റെൻഡ് ചെയ്യും. ഈ രണ്ട് സ്റ്റാർസ് നമ്മുടെ ഒബ്സർവേഷൻ, നമ്മുടെ ടെലിസ്കോപ്പിൽ ഒരു ആംഗിൾ സബ്റ്റെൻഡ് ചെയ്യും. ഈ ആംഗിളിനെയാണ് നമ്മൾ സെപ്പറേഷൻ ആംഗുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പോൾ ഇതിന്റെ സെപ്പറേഷനെ, ഈ രണ്ട് സ്റ്റാർസ് തമ്മിലുള്ള സെപ്പറേഷനെ നമ്മൾ ഈ ആംഗിൾ വെച്ചാണ് ക്വാണ്ടിഫൈ ചെയ്യുന്നത്, റൈറ്റ്? നമുക്ക് ഈ ലെങ്ത്തും കൂടെ അറിയാമെങ്കിൽ, റൈറ്റ്, സപ്പോസ് ദിസ് ഇസ് ആംഗിൾ തീറ്റ ആൻഡ് ഇഫ് യു നോ ദാറ്റ് ദിസ് ലെങ്ത് ഇസ് ഡി എന്നുള്ള ഡിസ്റ്റൻസും കൂടെ അറിയാമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ദിസ് ഡി തീറ്റ, സോറി ഡി എന്നുള്ള, സോ ലെറ്റ്സ് റൈറ്റ് ഇറ്റ് ആസ് എൽ, റൈറ്റ്? ഈ ലെങ്ത് നമുക്ക് അറിയാമെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്നുള്ളതിനെ നമുക്ക് ഇതിന്റെ ഈ ബൈനറി സ്റ്റാറിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെ എൽ തീറ്റ എന്ന് എഴുതാം. ദാറ്റ്സ് ഫൈൻ. ഇത് അതായത് ഈ ലെങ്ത് അറിയാമെങ്കിൽ നമുക്ക് ഈ തീറ്റ എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ കിലോമീറ്റേഴ്സിലേക്ക് മാറ്റി എഴുതാൻ കഴിയും, റൈറ്റ്? അപ്പോൾ ഇത് അറിയില്ലെങ്കിലും നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇതിന്റെ സെപ്പറേഷൻ, ഈ സെപ്പറേഷനെ നമുക്ക് ഈ ആംഗിൾ ഉപയോഗിച്ച് പറയാം, റൈറ്റ്? ഇപ്പോൾ ഈ ആംഗിളിനാണ് നമ്മൾ സെപ്പറേഷൻ ആംഗിൾ എന്ന് പറയുന്നത്, റൈറ്റ്? പൊസിഷൻ ആംഗിൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം അസൈൻ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടില്ല. പക്ഷെ നമ്മൾ റഫായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ആംഗിൾ that gives you the relative position of the secondary star with respect to the primary star. Okay, അത് പ്രൈമറി സ്റ്റാറിൽ നിന്ന് സെക്കൻഡറി സ്റ്റാറിലേക്ക് ഒരു വര വരയ്ക്കുകയാണെങ്കിൽ, റൈറ്റ്? അല്ലെങ്കിൽ പ്രൈമറി സ്റ്റാറും സെക്കൻഡറി സ്റ്റാറും തമ്മിലുള്ള റിലേറ്റീവ് ആയിട്ടുള്ള ആംഗിളിനെയാണ് നമ്മൾ പൊസിഷൻ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മെഷർ ചെയ്യുന്നത് ഡിഗ്രീസിലാണ്. ഓക്കെ, അപ്പം നമ്മളൊരു ഗ്രാഫിൽ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ എടുക്കുന്നത് ഈ പ്രൈമറി സ്റ്റാറിനെ ഒറിജിൻ ആയിട്ടാണ് എടുക്കുക. ഓക്കെ, ഇതിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, വി ചൂസ് ദ ഒറിജിൻ ടു ബി ഫിക്സ്ഡ് ഓൺ ദ പ്രൈമറി സ്റ്റാർ. ഓക്കെ, നോർത്ത് ഡയറക്ഷൻ എന്നുള്ളത് നമ്മൾ 0 ഡിഗ്രി, അതുപോലെ ഈസ്റ്റ് 90 ഡിഗ്രി, സൗത്ത് ആണെങ്കിൽ 180 ഡിഗ്രി, വെസ്റ്റ് ആണെങ്കിൽ 270 ഡിഗ്രി. ഓക്കെ, ആൻഡ് ബാക്ക് ടു 0 ഡിഗ്രി. അങ്ങനെയാണ് നമ്മൾ അതിനെ ഇത് കാണിക്കുന്നത്, ചിത്രം കാണാം. ഓക്കെ, അതുപോലെ ഇത് നമുക്ക് ടൈം, ഓരോ പെർട്ടിക്കുലർ ടൈമിൽ, ഒരു പെർട്ടിക്കുലർ ഇയറിൽ ഇതിന്റെ പൊസിഷൻ ആംഗിളും അതിന്റെ സെപ്പറേഷനും എന്താണെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം എന്ന് പറയാൻ കഴിയും. അപ്പോൾ ദാറ്റ് ഗിവ്സ് യു ദ ലൊക്കേഷൻ ഇൻ എ പെർട്ടിക്കുലർ ഗ്രാഫ്. അപ്പോൾ നമ്മളിവിടെ വരയ്ക്കുന്ന ഗ്രാഫ് ഇത് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെ ഈ ഇതിന്റെ സെപ്പറേഷൻ, റൈറ്റ്, ഇതിന്റെ സെപ്പറേഷൻ ആണ് ഓരോ വർഷമുള്ള സെപ്പറേഷനും പൊസിഷൻ ആംഗിളും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇയർ 2000, ഇത് ഓരോ വർഷമുള്ള ഇതിന്റെ പൊസിഷൻ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഈ പൊസിഷനാണ് നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്യുന്നത്, റൈറ്റ്? രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ച് പ്ലോട്ട് ചെയ്യുന്നത്, രണ്ട് നമ്പേഴ്സ് ഉപയോഗിച്ച് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്, റൈറ്റ്? ഇപ്പൊ 2000 ഉള്ള പോയിന്റിൽ ഈ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഇതിന്റെ ആംഗിൾ ഉണ്ട്, റൈറ്റ്? അപ്പൊ ഈ പൊസിഷനിലാണെങ്കിൽ ഈ ആംഗിൾ, റൈറ്റ്, ഈ ആംഗിൾ ആണ് നമ്മൾ 270 ഡിഗ്രി എന്ന് എടുക്കുന്നത്. അപ്പൊ ഈ പൊസിഷൻ, ഈ ആംഗിൾ എന്ന് പറയുന്നത്, പൊസിഷൻ ആംഗിൾ എന്ന് പറയുന്നത് 267 ഡിഗ്രീസ് ആണ്. ഓക്കെ, അപ്പൊ 2000 പൊസിഷനാണ്. അതുപോലെ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ രണ്ട് സ്റ്റാർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ പറയുന്നുണ്ട് 1.8 ആർക്ക് സെക്കൻഡ്സ് ആണ്. അതായത് രണ്ട് സ്റ്റാർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ രണ്ട് സ്റ്റാറുകൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ നമ്മുടെ ടെലിസ്കോപ്പിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ് 1.8 സെക്കൻഡ്സ് ഓഫ് ആൻ ആർക്ക് എന്ന് പറയുന്നത്. റൈറ്റ്, അപ്പോൾ ഇത് ഈ രണ്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇത് ഈ ലൊക്കേഷൻ, ഓരോ വർഷമുള്ള ലൊക്കേഷൻ, ഈ രണ്ട് കാര്യം ഉപയോഗിച്ചാണ് നമ്മൾ പറയുന്നത്. റൈറ്റ്, അപ്പോൾ ഇത് ഓരോ വർഷമുള്ള ഇതിന്റെ ഇതാണ്. അപ്പോൾ ഇതിന്റെ ഓർബിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ you see that it's an elliptical orbit. Okay, okay. അപ്പോൾ ഇത് രണ്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, സെപ്പറേഷനും അതുപോലെ പൊസിഷൻ ആംഗിളും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. റൈറ്റ്, അപ്പോൾ നമുക്കറിയാം യൂഷ്വലി ഗ്രാവിറ്റേഷനിൽ ബൗണ്ട് സിസ്റ്റം ആണെങ്കിൽ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണെന്ന് അറിയാം. എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് തമ്മിലുള്ള സെപ്പറേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ സെപ്പറേഷൻ ചേഞ്ച് ചെയ്യും, അതുപോലെ അതിന്റെ പൊസിഷൻ ആംഗിളും ചേഞ്ച് ചെയ്യും. റൈറ്റ്, അപ്പോൾ ഓരോ വർഷമുള്ള അതിന്റെ എന്താണ് ഈ പ്ലോട്ടിലുള്ള ഓരോ വർഷമുള്ള അതിന്റെ പൊസിഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ പോയിന്റും ഇറ്റ് കറസ്പോണ്ട്സ് ടു ഡിഫറെന്റ് വാല്യൂ ഓഫ് പൊസിഷൻ ആംഗിൾ ആൻഡ് ഡിഫറെന്റ് വാല്യൂ ഓഫ് സെപ്പറേഷൻ. അപ്പോൾ സെപ്പറേഷനും പൊസിഷൻ വാല്യൂ, ഇപ്പോൾ ഓരോ പോയിന്റിനെയും ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ ഈ സ്പേസിൽ ഒരു പോയിന്റിനെ ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് പൊസിഷൻ ആംഗിളും മറ്റേത് സെപ്പറേഷനും. അപ്പോൾ വളരെ ലോങ് ആയിട്ടുള്ള പീരീഡ് ആണെങ്കിൽ ഈ പൊസിഷൻ ആംഗിളിൽ അപ്രീഷിയബിൾ ചേഞ്ച് ഒന്നുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ബിക്കോസ് ഇറ്റ് ടേക്സ് എ ലോങ് ടൈം ടു റിട്ടേൺ ടു കംപ്ലീറ്റ് റെവല്യൂഷൻ. റൈറ്റ്, അപ്പോൾ അതിന്റെ മൂവ്മെന്റ് ഈ പൊസിഷൻ ആംഗിളിൽ കൺസിഡറബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കാൻ മാത്രമുള്ള മൂവ്മെന്റ് ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൊസിഷൻ ആംഗിൾ പല വർഷങ്ങൾ എടുത്ത് നോക്കുമ്പോൾ കാര്യമായിട്ട് മാറാത്തതായിട്ട് കാണാൻ കഴിയും. ഈ ബൈനറി സ്റ്റാറിന്റെ ഒബ്സർവേഷന്റെ ഇമ്പോർട്ടൻസ് ഉള്ളത് അതിന്റെ മാസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയുന്നതാണ് പറഞ്ഞത്. റൈറ്റ്, അപ്പോൾ ഈ ബൈനറിയുടെ മാസ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് നമ്മൾ കെപ്ലേഴ്സ് തേർഡ് ലോയും ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ കെപ്ലേഴ്സ് തേർഡ് ലോ പറയുന്നത് ടി സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് എന്നുള്ളതാണ്. അതായത് ഈ ഓർബിറ്റിന്റെ പീരിയഡും ഇതിന്റെ റേഡിയസും, ഓർബിറ്റിന്റെ റേഡിയസും അല്ലെങ്കിൽ സെമി
മേജർ ആക്സിസ്, സെമി മേജർ ആക്സിസിന്റെ ക്യൂബും തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ട് എന്നാണ് കെപ്ലർ കണ്ടുപിടിച്ചത്. ഓക്കെ, ടി സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് എന്നുള്ള രീതിയിലാണ്. ഇതേ കാര്യം തന്നെ ന്യൂട്ടന്റെ നെയിം ഉപയോഗിച്ച് നമുക്ക് ഡെറൈവ് ചെയ്തെടുക്കാം. ഓക്കെ, ദിസ് ക്യാൻ ബി ഡെറൈവ്ഡ് ഫ്രം ന്യൂട്ടൺസ് ലോ ഓൾസോ. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ബൈനറി സ്റ്റാർ. ഇപ്പൊ ഒരു സ്റ്റാറിനെ നമ്മൾ എ എന്നും മറ്റൊന്നിനെ ബി എന്നും വിളിക്കും. അതിന്റെ മാസസ് എം എ ആൻഡ് എം ബി ആണ്. ഓക്കെ, എം എ എന്നുള്ളതിനെയാണ് നമ്മൾ പ്രൈമറി ആയിട്ട് എടുക്കുന്നത്. സോ എം എ ഇസ് ഗ്രേറ്റർ ദാൻ എം ബി. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു കോമൺ സെന്റർ ഓഫ് മാസിനെ വെച്ച് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. These stars are revolving around their common center of mass of the system in their elliptical orbits such that center of mass remains a constant. Okay, center ഇവിടെ ചിത്രത്തിലുള്ള ഒരു പെയർ ഓഫ് ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് ഗോയിങ് അറൌണ്ട് ഇറ്റ് കോമൺ സെന്റർ ഓഫ് മാസ് ആണ്. സെന്റർ ഓഫ് മാസ് ഇവിടെ സി എം എന്ന് എഴുതിയിട്ടുണ്ട്. സ്റ്റാർ എ ഇസ് ഹിയർ, സ്റ്റാർ ബി ഇസ് ഹിയർ. അതിന്റെ മാസസ് എം എയും എം ബിയും ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എം എ ഇസ് ഗ്രേറ്റർ ദാൻ എം ബി. അതുകൊണ്ട് അതിന്റെ സെന്റർ ഓഫ് മാസ് പറഞ്ഞാൽ എം എയോട് അടുത്താണുള്ളത്. നമ്മൾ സെന്റർ ഓഫ് മാസിന്റെ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആർ വെക്ടർ ഈസ് ഈക്വൽ ടു എം എ ആർ എ വെക്ടർ, അതായത് പൊസിഷൻ വെക്ടർ. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ എടുക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള എ എന്നുള്ള സ്റ്റാറിന്റെ പൊസിഷൻ വെക്ടറാണ് ഞാൻ ഇവിടെ ആർ എ വെക്ടർ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. പ്ലസ് എം ബി ആർ ബി വെക്ടർ, ഡിവൈഡഡ് ബൈ എം എ പ്ലസ് എം ബി. ഇതാണ് എന്താണ് സെന്റർ ഓഫ് മാസിന്റെ ഡെഫിനേഷൻ. അപ്പൊ ഇത് നമുക്ക് ഇറ്റ്സ് എ വെയ്റ്റഡ് സം ഓഫ് ആർ എ വെക്ടർ ആൻഡ് ആർ ബി വെക്ടർ. രണ്ട് സ്റ്റാറിന്റെയും പൊസിഷൻ വെക്ടേഴ്സ് നമ്മൾ എടുക്കുക, അതിന്റെ ഒരു വെയ്റ്റഡ് സം എടുക്കുക. വെയിറ്റ് എങ്ങനെ എടുക്കുന്നത്? ആർ എ വെക്ടർ എന്നുള്ളതിന്റെ വെയിറ്റ് വരുന്നത് ഈ എ എന്നുള്ള സ്റ്റാറിന്റെ മാസ് ടോട്ടൽ മാസിന്റെ എത്ര ഫ്രാക്ഷൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എം എ കൂടുകയാണെങ്കിൽ പൊസിഷൻ വെക്ടർ എന്താണ് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ സ്റ്റാർ എയുടെ നേരെ നീങ്ങും. ഇനി എം ബി ആണ് കൂടുതലില്ലെങ്കിൽ ഇതിന്റെ പൊസിഷൻ വെക്ടർ ബിയുടെ നേരെ ആയിരിക്കും. സ്റ്റാർ ബിയോട് അടുത്തായിരിക്കും ഉള്ളത്. നമുക്കറിയാം എർത്ത് സൺ സിസ്റ്റത്തിന്റെ ഇത് എടുക്കുകയാണെങ്കിൽ എർത്ത് സൺ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഇൻസൈഡ് ദ സൺ ഐ തിങ്ക്. അപ്പൊ ഞാനിത് എഴുതിയിടാം. ആർ വെക്ടർ ഇസ് ഈക്വൽ ടു എം എ ആർ എ വെക്ടർ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇറ്റ്സ് ബെറ്റർ ടു റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ആർ വെക്ടർ ഇസ് ഈക്വൽ ടു എം എ ഡിവൈഡഡ് ബൈ എം എ പ്ലസ് എം ബി. Okay, R A vector plus MB divided by MA plus MB and RB vector. Right, ഈ RA vector RB vector നമ്മൾ ചൂസ് ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള A എന്നുള്ള സ്റ്റാറിന്റെയും B എന്നുള്ള സ്റ്റാറിന്റെയും പൊസിഷൻ വെക്ടർ ആണ്. റൈറ്റ്, R വെക്ടർ എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ ആണ്. ഇനി നമ്മൾ ഇവിടെ എടുക്കുന്നത് ആർ എ ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് സ്റ്റാർ എ ഫ്രം ദ സെന്റർ ഓഫ് മാസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സെന്റർ ഓഫ് മാസ് ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ആർ എ എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസിൽ നിന്ന് എ എന്നുള്ള സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസും ആർ ബി എന്നുള്ളത് സെന്റർ ഓഫ് മാസിൽ നിന്ന് ബി എന്നുള്ള സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസും ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി എന്നുള്ള സ്റ്റാറിന്റെ സെപ്പറേഷൻ നമുക്ക് ആർ എ പ്ലസ് ആർ ബി എന്ന് എഴുതാം. ആർ ഈസ് ഈക്വൽ ടു ആർ എ പ്ലസ് ആർ ബി. Okay, this is the separation between the two stars. അപ്പോൾ ഇവിടെ വെക്ടർ ആയിട്ടല്ല നമ്മൾ എഴുതുന്നത്, ലെങ്ത് ആയിട്ട് മാത്രമാണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ സെന്റർ ഓഫ് മാസിന്റെ ഡെഫിനേഷൻ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, സെന്റർ ഓഫ് മാസിന്റെ ഡെഫിനേഷൻ എടുക്കുകയാണെങ്കിൽ ഈ ആർ വെക്ടർ നമ്മൾ പറഞ്ഞു നമ്മൾ ചൂസ് ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ ആണ്. ഓക്കെ, നമ്മൾ സെന്റർ ഓഫ് മാസിൽ തന്നെയാണ് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം ഫിക്സ് ചെയ്യുന്നെങ്കിൽ, സെന്റർ ഓഫ് മാസ് തന്നെയാണ് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒറിജിൻ എങ്കിൽ, ഇവിടെയാണ്, ഇപ്പോൾ ഇതാണ് സെന്റർ ഓഫ് മാസ്. ഓക്കെ, ഈ സെന്റർ ഓഫ് മാസിൽ തന്നെയാണ് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒറിജിൻ എങ്കിൽ ആർ വെക്ടർ 0 ആണ് അല്ലേ. നമ്മൾ സെന്റർ ഓഫ് മാസ് കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒറിജിനിലാണെങ്കിൽ അവിടെ ഈ ഇതിന്റെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ആർ വെക്ടർ ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണ് നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇഫ് ദ സെന്റർ ഓഫ് മാസ് ഇസ് ചോസൺ ആസ് ദ ഒറിജിൻ then 0 is equal to എം എ ആർ എ വെക്ടർ പ്ലസ് എം ബി ആർ ബി വെക്ടർ. ഇപ്പോൾ എം എ പ്ലസ് എം ബി എന്നുള്ള കോമൺ ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0 ആയതുകൊണ്ട് ദിസ് ഫാക്ടർ ദ ന്യൂമറേറ്റർ ഹാസ് ടു ബി ഈക്വൽ ടു 0. ഇനി ഇതിൽ നമുക്ക് മനസ്സിലാക്കാം എം എ ആർ എ വെക്ടർ ഇസ് ഈക്വൽ ടു മൈനസ് എം ബി ആർ ബി വെക്ടർ. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ആർ എ വെക്ടർ എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസിൽ നിന്നുള്ള പൊസിഷൻ വെക്ടർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സെന്റർ ഓഫ് മാസ് ഒറിജിൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈസി ദാറ്റ് എം എ ആർ എ ഇസ് ഈക്വൽ ടു എം ബി ആർ ബി. സെന്റർ ഓഫ് മാസിന്റെ ഡെഫിനേഷൻ വരുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ എം എ ആർ എ ഇസ് ഈക്വൽ ടു എം ബി ആർ ബി എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആർ എ പ്ലസ് ആർ ബി ഈക്വൽ ടു ആർ എന്നുള്ളതിന് ഇക്വേഷൻ 1ഉം എം എ ആർ എ ഇസ് ഈക്വൽ ടു എം ബി ആർ ബി എന്നുള്ളതിനെ ഇക്വേഷൻ 2 ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഈ ആർ ബി ഈ ഇക്വേഷനിൽ നിന്ന് ആർ ബി ഇസ് ഈക്വൽ ടു ആർ മൈനസ് ആർ എന്ന് എഴുതാം. ഇത് നമ്മൾ ഇക്വേഷൻ 2ൽ ഇടുകയാണെങ്കിൽ യു ഗെറ്റ് ദിസ് റിലേഷൻ എം എ ആർ എ ഇസ് ഈക്വൽ ടു എം ബി ആർ മൈനസ് ആർ എ.
ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം. നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതാണ്. എം എ ആർ എ ഇസ് ഈക്വൽ ടു എം ബി ആർ ബി. ആർ ബി എന്നുള്ളതിനെ നമ്മൾ ആർ മൈനസ് ആർ എന്ന് എഴുതി. നമ്മളിവിടെ ആർ എക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു ആർ സോൾവിംഗ് ഫോർ ആർ എ, ദിസ് എം ബി ആർ എ വിൽ കം ടു ലെഫ്റ്റ് സൈഡ്. So MBRA can be taken to left side. So you get RA multiplied by MA plus MB is equal to MBR, alright? Or RA is equal to MB divided by, oh sorry, ഇവിടെ നമ്മൾ R നാണ് സോൾവ് ചെയ്തിരിക്കുന്നത്. So separation is equal to, R is equal to MA plus MB divided by MB multiplied by RA. Alright, അതുപോലെ RA നമ്മൾ എഴുതുകയാണെങ്കിൽ, if you want RA, that's equal to MBR divided by MA plus MB. Okay, so both these equations we get from here. Okay, ഇനി നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി എടുക്കുകയാണ്. ഈ രണ്ട് മാസിന്റെ ഇടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് GMM by R square, അല്ലേ? GMAMB by R square. R is the separation between the stars, so the distance between the stars. Alright, this is Newton's law of, നമ്മൾ റഫ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ് നോക്കുന്നത്. അപ്പോൾ തൽക്കാലം ഇത് സർക്കുലർ ഓർബിറ്റ് ആണെന്ന് കരുതുക. ഓക്കെ, ഇതൊരു സർക്കുലർ ഓർബിറ്റ് ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ എ എന്നുള്ള സ്റ്റാറിന്റെ സെന്റർ ഓഫ് മാസിനെ വെച്ചുള്ള ഓർബിറ്റ് ഒരു സർക്കുലർ ഓർബിറ്റ് ആണെങ്കിൽ, അതിന് സർക്കുലർ ഓർബിറ്റ് നിലനിൽക്കാനുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് നമുക്ക് MARA ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് MV സ്ക്വയർ ബൈ ആർ ആണ്. സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ V ഈക്വൽ ടു ആർ ഒമേഗ, ഒരു സർക്കുലർ ഓർബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് V ഈക്വൽ ടു ആർ ഒമേഗ എന്ന് ഇടുകയാണെങ്കിൽ, യു ഗെറ്റ് M R സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. സോ ദാറ്റ് ഇസ് MR ഒമേഗ സ്ക്വയർ. അതുകൊണ്ടാണ് അതിനെ MARA ഒമേഗ സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. സോ യു ക്യാൻ ഇക്വേറ്റ് ദം. യു ഗെറ്റ് GMAMB by R square is equal to MARA omega square. Alright, so you can cancel this thing here. So we get GMB by R square is equal to RA omega square. Alright, ഇനി നമുക്ക് ഇക്വേഷൻ 2ൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Alright, അപ്പോൾ അപ്പോൾ MA ഇവിടെ ക്യാൻസൽ ചെയ്തിട്ടില്ല, ബട്ട് വിൽ ക്യാൻസൽ ഇറ്റ് ലേറ്റർ. ഓക്കെ, സോ GMAMB by MA plus MB divided by MB whole square RA square. റൈറ്റ്, അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് തൊട്ട് മുമ്പത്തെ എക്സ്പ്രഷൻ ഇവിടെ ഒന്നുകൂടെ എഴുതുകയാണെങ്കിൽ, ദിസ് ഇസ് GMAMB divided by R square is equal to MARA omega square. റൈറ്റ്, ഇതാണ് നമ്മുടെ എന്താണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ന്യൂട്ടോണിയൻ ഗ്രാവിറ്റി ഫോഴ്സിന് ഈക്വൽ ആണെന്നുള്ള ഇക്വേഷൻ ആണിത്. റൈറ്റ്, ഇനി നമ്മൾ ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ഇക്വേഷൻ 2 നോക്കുകയാണെങ്കിൽ, R can be written as MA plus MB divided by MB multiplied by RA. നമുക്ക് ഇവിടെ R സ്ക്വയർ ആണ്, സോ ഈ സ്ക്വയർ ദ ഹോൾ തിങ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ കിട്ടിയത്. ഓക്കെ, സോ യു സീ ദാറ്റ് ദിസ് MB സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ മുകളിലേക്ക് പോകണമെങ്കിൽ ദിസ് ബിക്കംസ് MB ക്യൂബ്. നേരത്തെ പറഞ്ഞ പോലെ MA നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ യു ഗെറ്റ് GMB ക്യൂബ്. റൈറ്റ്, യു ഗെറ്റ് GMB ക്യൂബ് divided by MA plus MB whole square is equal to RA square ആ സൈഡിലേക്ക് കൊണ്ടുവരണം. This is RA cube omega square. Alright, or you get MB cube divided by MA plus MB whole square is RA cube omega square divided by G. അതാണ് ഇക്വേഷൻ. Alright, ഇനി ഒമേഗ എന്ന് പറയുന്നതിന് നമുക്ക് 2 pi divided by T എന്ന് എഴുതാം. You can write it as 2 pi divided by T. That's a definition of omega. Okay, angular frequency. Yeah, it's called the angular frequency. Okay, T എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈം പീരിയഡ് ഫോർ ദ ബൈനറി സ്റ്റാർ. ഈ ബൈനറി സ്റ്റാറിന്റെ ടൈം പീരിയഡ്, ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം പീരിയഡ് ആണ് ഈ T എന്ന് പറയുന്നത്. Alright, so this is the angular frequency. So this you can write it as MB cube divided by MA plus MB whole square is equal to RA cube 4 pi square divided by T square. Right, ഇപ്പോൾ omega equal to 2 pi by T എന്നുള്ളതിനെ നമ്മൾ ഇങ്ങനെ എഴുതുകയാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ റിലേഷൻ കിട്ടും. Alright, so we can use this relation now. ഇനി നമ്മൾ RA എന്നുള്ളതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, തൊട്ട് മുമ്പത്തെ ഇക്വേഷനിൽ RA എന്നുള്ളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് MB ക്യൂബ് ഡിവൈഡ് ബൈ MA പ്ലസ് MB ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു MB ക്യൂബ് R ക്യൂബ് ഡിവൈഡ് ബൈ MA പ്ലസ് MB ഹോൾ സ്ക്വയർ 4 pi സ്ക്വയർ ഡിവൈഡ് ബൈ T സ്ക്വയർ G. റൈറ്റ്, നമ്മൾ ജസ്റ്റ് RA എന്നുള്ളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ആറിന്റെ ടേംസിൽ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പീരിയഡിനുള്ള എക്സ്പ്രഷൻ ഇതിൽ നിന്ന് സോൾവ് ചെയ്ത് സോൾവ് ഫോർ T സ്ക്വയർ. റൈറ്റ്, സോൾവ് ഫോർ T സ്ക്വയർ ഇസ് T സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 pi സ്ക്വയർ ഡിവൈഡ് ബൈ G ഇൻറ്റു MA പ്ലസ് MB ഹോൾ സ്ക്വയർ R ക്യൂബ്. Right, you just simplify this. Okay, this is MB cube is gone, and then you can write it like this. Okay, ഇനി ഇത് കെപ്ലറിന്റെ തേർഡ് ലോ ആണ്. T square is proportional to R cube. Right, T square is proportional to R cube. Okay,
അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്നത്, അല്ലെങ്കിൽ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, എം എ പ്ലസ് എം ബി ഇസ് ഈക്വൽ ടു 4π² ഡിവൈഡ് ബൈ ജി ടി സ്ക്വയർ ആർ ക്യൂബ്. ഓൾറൈറ്റ്, അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എം എ പ്ലസ് എം ബി ബൈനറി സ്റ്റാർ സിസ്റ്റത്തിന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഇറ്റ്സ് 4π² ഡിവൈഡ് ബൈ ജി ടി സ്ക്വയർ ആർ ക്യൂബ്. ഓക്കെ, അപ്പോൾ അതായത് ടൈം പീരിയഡും ഓക്കെ അതുപോലെ ഇതിന്റെ സെപ്പറേഷൻ അറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ ടോട്ടൽ മാസ്. ടൈം പീരിയഡും സെപ്പറേഷൻ അറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ ടോട്ടൽ മാസ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു മാസ് ബൈനറിയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് രണ്ടാമത്തെ സ്റ്റാറിന്റെ മാസും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് നമുക്ക് പ്രൈമറി സ്റ്റാർ ആയിരിക്കും നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പ്രൈമറി സ്റ്റാറിന്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ റിലേഷൻ ഉപയോഗിച്ച് അതിന്റെ പീരിയഡ് മെഷർ ചെയ്യുന്നതിലൂടെ നമുക്ക് സെക്കൻഡറി സ്റ്റാറിന്റെ മാസും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി നമ്മളിപ്പോൾ വളരെ റഫ് ആയിട്ടുള്ള കാൽക്കുലേഷൻ നടത്തി, റിഗറസ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ് നടത്തുന്നതെങ്കിൽ ഇവിടെ ആർ എന്നുള്ളതിന് പകരം ഇതിന്റെ സെമി മേജർ ആക്സിസിന്റെ ആർ എന്ന് പറയുന്നത് സർക്കുലർ ഓർബിറ്റ്, നമ്മൾ ശരിക്കും എലിപ്റ്റിക്കൽ ഓർബിറ്റ് വെച്ച് കാൽക്കുലേഷൻ നടത്തുകയാണെങ്കിൽ ദ കാൽക്കുലേഷൻ ഇസ് ഡിഫറെന്റ് സ്ലൈറ്റ്ലി. ഓക്കെ, ഇറ്റ്സ് മോർ റിഗറസ്, പക്ഷേ അതിന്റെ ഫൈനൽ റിസൾട്ട് ഏകദേശം അതുപോലെ തന്നെയാണ്. എം എ പ്ലസ് എം ബി ഇസ് ഈക്വൽ ടു 4π² ഡിവൈഡ് ബൈ ജി സ്ക്വയർ എ ക്യൂബ്. ആർ ക്യൂബ് എന്നുള്ളതിന് ഒരു എ ക്യൂബ് ആണ്. ദാറ്റ്സ് ഓൾ. Right, so it is the time period of one star to complete one rotation around the other. Right, അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട്. നേരത്തെ നമ്മൾ റഫ് ആയിട്ടുള്ള കാൽക്കുലേഷൻ, ഈ കാൽക്കുലേഷൻ എങ്ങനെ പ്രൊസീഡ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ എന്നുള്ള നിലയ്ക്കാണ് കണ്ടത്. ദിസ് ഇസ് ദ റിസൾട്ട്. ഓക്കെ, if we express എം എ ആൻഡ് എം ബി ഇൻ ടേംസ് ഓഫ് സോളാർ മാസ്, ഓക്കെ അതുപോലെ ടി എ അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആസ്ട്രോണോമിക്കൽ യൂണിറ്റിലും ടി ഇയേഴ്സിലും ആണെങ്കിൽ അങ്ങനെ ആ യൂണിറ്റ് സിസ്റ്റത്തിൽ 4π² ബൈ ജി അതിന്റെ വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ യു ഗെറ്റ് എം എ പ്ലസ് എം ബി ഈക്വൽ ടു എ ക്യൂബ് ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ എന്ന കൺവീനിയന്റ് കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ഓൾറൈറ്റ്, ഇനി ഇതിന്റെ ടീം എ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ ഡിറ്റർമിൻ ദ ടോട്ടൽ മാസ് ഓഫ് ദ ബൈനറി വി ഹാവ് ടു ഡിറ്റർമിൻ ദ ടൈം പീരിയഡ് ഓഫ് വൺ സ്റ്റാർ വിത്ത് റെസ്പെക്ട് ടു ദ അതർ ആൻഡ് ദ സെമി മേജർ ആക്സിസ് ഓഫ് ദ ഓർബിറ്റ്. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്, we look at the star's orbit by we determine the star's orbit by observing one star for several years. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, you look at one star, maybe the primary, for several years. Okay, അപ്പോൾ കുറേ വർഷങ്ങൾ ഇത് നോക്കി കഴിയുമ്പോൾ we can determine the time needed for one star to complete the orbit. Okay, to completely orbit the other. Okay, ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സ്റ്റാറിന് എടുക്കുന്ന കംപ്ലീറ്റ് സമയം നമുക്ക് കാണാൻ കഴിയും, മെഷർ ചെയ്തെടുക്കാൻ കഴിയും. Okay, so knowing the orbit of one star with respect to the other, we can calculate the semi-major axis. ഒരു സ്റ്റാറിനെ അപേക്ഷിച്ച് മറ്റൊരു സ്റ്റാറിന്റെ ഓർബിറ്റ് മനസ്സിലാകുന്നില്ല, നമുക്ക് അതിന്റെ സെമി മേജർ ആക്സിസും അതിന്റെ ഡിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, so this is how we make this calculation. Alright, so with that we'll stop this particular session and I'll continue in the next class. Okay, thank you.